തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് ചെണ്ടമേളത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി ആടിവേടൻ ഞങ്ങളെ വീട്ടിലേക്കും എത്താറായെന്ന്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ലയായ കാസർഗോഡിൽ പച്ച പുതച്ച നാട്ടുവഴികളിലൂടെ ചുവന്ന ആടയാഭരണങ്ങൾ അണിഞ്ഞ് കർക്കിടക മാസത്തിൽ വീട് വീടാന്തരം ആദിയും വ്യാധിയും അകറ്റാനായി വരുന്ന കുഞ്ഞിത്തെയ്യത്തെ കാണാൻ ഞങ്ങൾക്ക് ഭക്തിയോടൊപ്പം കൗതുകവുമാണ്. വീട്ടിലെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചാണ് ആടിവേടനെ വരവേൽക്കുന്നത്. ആടിവേടനുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട്. അത് പിന്നീടൊരവസരത്തിൽ പങ്കുവയ്ക്കാം. തനത് തോറ്റം പാട്ടിന് മണികിലുക്കിയും ലളിതമായ ചുവടുകൾ വച്ചുമാണ് ആടിവേടൻ ആദിയും വ്യാധിയും അകറ്റുന്നത്. ഗുരുതി ഒഴിഞ്ഞ് ഈ വർഷത്തെ ആടിവേടനെ നമ്മൾ യാത്രയാക്കി. പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ആടിവേടനായി വീട് വീടാന്തരം വരുന്നത്. അവരുടെ ഒരു ഉപജീവന മാർഗം കൂടിയാണിത്. ആടിമാസത്തിലെ കഞ്ഞമാസത്തിലെ ഈ ദുരിതങ്ങൾക്ക് ഒരു അറുതിയും കൂടിയാണ് ആടിവേടൻ എന്ന സങ്കല്പത്തിലുള്ളത്. നിങ്ങളുടെ നാട്ടിൽ ഇത്തരം വ്യത്യസ്തമായ ആചാരങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.